നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടിൽ. എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുന്നത് കാഷ്വാലിറ്റിയോട് ചേർന്നുള്ള ഭാഗത്ത് പുതിയ സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ആവശ്യം. ശബരിമലയെ വിവാദ കേന്ദ്രമാക്കി സ്വപ്ന പദ്ധതികളുടെ ശോഭ കുറയ്ക്കരുതെന്ന് ഹിൽഡെഫ് ജനറൽ സെക്രട്ടറി അജി ബി റാന്നി. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും ആവശ്യം. പാല പൂവരണിയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. 10 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. പൂവരണി സ്വദേശിയായ മധ്യവയസ്കൻ ചികിത്സയിൽ. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ സ്ഥലം ലഭ്യമാക്കണമെന്ന് ആവശ്യം. എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാനായി കണ്ടെത്തിയ സ്ഥലത്തുള്ള വയറിംഗ് സാമഗ്രികൾ ഉൾപ്പെടെ മാറ്റണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളുടെ സുരക്ഷയ്ക്കായി പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലും പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത്. ജില്ലാ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയോട് ചേർന്നുള്ള ചെറിയ സ്ഥലത്താണ് ഇപ്പോൾ എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുന്നത്. 2 ASIമാരും 4 CPOമാരും ഉൾപ്പെടെ 6 പോലീസുകാരാണ് ഇവിടെ സേവനം ചെയ്യുന്നത്. എന്നാൽ സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുകയാണ് ഇവിടെ. എയ്ഡ് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് 7 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്ത് ആശുപത്രി ഇ ഹെൽത്ത് സംവിധാനം ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായുള്ള കേബിളുകളും വയറിംഗും ചെയ്തിരിക്കുകയാണ്. 650 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള മുറിയാണ് പോലീസ് എയ്ഡ് പോസ്റ്റിനായി തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അനുയോജ്യമായ മറ്റ് സ്ഥലം ഇല്ലാത്തതിനാൽ കണ്ടെത്തിയ സ്ഥലത്തുനിന്നും കേബിളുകളും വയറുകളും മാറ്റി സ്ഥാപിക്കാൻ കെൽട്രോൺ അധികൃതർ തയ്യാറാകണമെന്ന് ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. 7 ലക്ഷം രൂപ അനുവദിച്ചു കിടന്നിട്ട് ഏറെക്കാലമായത് നമുക്ക് ആശ്വാസകരമല്ല. അതുകൊണ്ട് കെൽട്രോൺ ആണ് ഈ ഹെൽത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഹെൽത്തുകാർ എത്രയും പെട്ടെന്ന് ജില്ലാ ആശുപത്രി വന്ന് ഈ വയറിങ്ങുകൾ മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്താണ് നമുക്ക് എയ്ഡ് പോസ്റ്റ് വരേണ്ടത്. മറ്റൊരു സ്ഥലം കണ്ടെത്താൻ ഇപ്പോൾ ഉടനെ ഇല്ലാത്തതുകൊണ്ട് എത്രയും വേഗം ഹെൽത്ത് അതിൻ്റെ പദ്ധതികൾ നടക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ വയറിങ്ങുകളെല്ലാം മാറ്റിക്കൊടുക്കണമെന്നാണ് വിനീതമായി എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമലയെ വിവാദ കേന്ദ്രമാക്കി സ്വപ്ന പദ്ധതികളുടെ ശോഭ കുറയ്ക്കരുതെന്ന് ഹിൽഡെഫ് ജനറൽ സെക്രട്ടറി അജി ബി റാന്നി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ശബരിമലയിൽ തിരക്കിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ സംഭവങ്ങളെ പെരുപ്പിച്ചുകാട്ടി ശബരിമലയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന സ്വപ്ന പദ്ധതികളുടെ ശോഭ കുറയ്ക്കുമെന്ന് ഹിൽഡെഫ് ജനറൽ സെക്രട്ടറി അജി ബി റാന്നി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശബരി റെയിൽവേ, ശബരിമല വിമാനത്താവളം തുടങ്ങിയ പദ്ധതികളെ വിവാദങ്ങൾ പിന്നോട്ട് അടി. ശബരി റെയിൽവേ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധിപ്പിക്കണമെന്നും ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമല എന്ന് പറയുന്ന വളരെ പ്രദേശത്ത് മാത്രമല്ല, കേരളത്തിന്റെ ഇന്ത്യയുടെ ഒരു പ്രൊജക്റ്റായിട്ടാണ് നമ്മൾ ആ വിഷയത്തെ കാണുന്നത്. കാരണം ടൂറിസവുമായി ബന്ധപ്പെട്ടു വാണിജ്യം, റീറ്റെയിൽ സെക്ടർ, സാധനങ്ങൾ വിഴിഞ്ഞം പ്രൊജക്റ്റുമായിട്ട് കണക്ട് ആക്കാൻ പറ്റും. പരിധിയില്ലാത്ത വികസനമാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും ഈ ശബരിമലയുടെ പേരിൽ കേരളത്തിന് നൽകാറുള്ളത്. അതൊരു വിവാദത്തിന്റെ പേരിൽ അത് തട്ടിക്കളയുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. വിവാദമുണ്ടാക്കുന്നവർ വികസന വിരോധികളും അയ്യപ്പ ഭക്തരെയും മലയോര നിവാസികളെയും ശത്രുപക്ഷത്ത് കാണുന്നവരുമാണ്. ശബരി റെയിൽവേ പാത ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സ്വാഗതം ചെയ്യുമ്പോൾ ചില തൽപര കക്ഷികൾ പിന്നിൽ നിന്ന് കുത്തുകയാണ്. ഇവരെ അയ്യപ്പ ഭക്തരും മലയോര നിവാസികളും ഒറ്റപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. പൂവരണി കൊച്ചുകൊട്ടാരം ഭാഗത്ത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ പൂവരണി കൊച്ചുകൊട്ടാരം സ്വദേശി NC തോമസിനെ ചേർപ്പങ്കൽ മാർസ്ലീവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. റോഡിൽ നിന്നും 10 അടി താഴ്ചയിലേക്കാണ് കാർ മറിഞ്ഞത്. മഴവില്ല് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് കോട്ടയത്ത് തുടക്കം. 4 ദിവസം മഴവില്ല് ചലച്ചിത്രമേള തുടരും. മഴവില്ല് വനിതാ ഫിലിം സൊസൈറ്റിയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് കോട്ടയം അനശ്വര തിയേറ്ററിൽ തിരിതെളിഞ്ഞു. 4 ദിവസം നീളുന്ന മഴവില്ല് ചലച്ചിത്രമേളയുടെ 4ാം എഡിഷനാണ് ഇന്ന് തുടങ്ങിയത്. സംവിധായിക ശ്രുതി ശരണ്യ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിക്കൊണ്ട്, അത്തരത്തിലുള്ളൊരു ഉത്സവത്തിന്റെ ഭാഗമായിക്കൊണ്ട് ചെറുതെങ്കിലും ചെറിയൊരു ഒരു റോള് കൈകാര്യം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ സിനിമയും
ഇന്നും ഉച്ചയ്ക്ക് 1:30 ഇവിടെ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സന്തോഷം കൂടെ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. സിനിമ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് കെ സുരേഷ് കുറുപ്പ് അധ്യക്ഷനായി. ചെറുതോണി ഗ്രീൻലാൻഡ് സിനിമാ തിയേറ്റർ ഉടമ ത്രേസ്യാമ ജോർജിനെ ആദരിച്ചു. പ്രൊഫസർ MG ബാബുജി ഫിലിം ഡയറക്ടറി പ്രകാശനം ചെയ്തു. ഹേന ദേവദാസ്, PK ജലജാമണി, സംവിധായകൻ ബാബു ജനാർദ്ദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിന്റെ പേരിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിതാവിനെയും 2 ആൺമക്കളെയുമാണ് അറസ്റ്റ് ചെയ്തത്. അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുകയും പടക്ക നിർമ്മാണത്തിനിടെ ഇത് പൊട്ടിത്തെറിക്കുകയും ചെയ്ത കേസിൽ പിതാവിനെയും മക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കിടങ്ങൂർ ചെമ്പിലാവ് കുന്നേൽ ഭാഗത്ത് കാരക്കാട്ടിൽ വീട്ടിൽ കുട്ടിച്ചൻ എന്ന് വിളിക്കുന്ന മാത്യു ദേവസ്യ, ഇയാളുടെ മക്കളായ ബിനോയ് മാത്യു, ബിനീഷ് മാത്യു എന്നിവരെയാണ് കിടങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി ചെമ്പിലാവ് ഭാഗത്തുള്ള ഇവരുടെ വീട്ടിൽ വെച്ച് വെടിമരുന്ന് പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇവർ പടക്ക നിർമ്മാണത്തിനു വേണ്ടി ലൈസൻസോ മറ്റ് രേഖകളോ ഇല്ലാതെ അനധികൃതമായി വീടിനുള്ളിലും ടെറസിലുമായി വെടിമരുന്ന് സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പാലാ സ്റ്റേഷൻ SHO KP ടോംസൺ, കിടങ്ങൂർ സ്റ്റേഷൻ SIമാരായ കുര്യൻ മാത്യു, വിനയൻ, സുധീർ PR, CPOമാരായ അരുൺകുമാർ PC, സന്തോഷ് KK എന്നിവർ ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ കിഴതടിയൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് ചന്ദനമരം മുറിച്ച് വനം വകുപ്പിന് കൈമാറി. വണ്ടൻപതാൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ചന്ദനമരം മുറിച്ചത്. ചന്ദനമരം മുറിച്ച് വനംവകുപ്പിന് കൈമാറി. കിഴതടിയൂർ കിഴക്കേക്കര താഴത്ത് സെബാസ്റ്റ്യൻ ജോസഫിന്റെ പുരയിടത്തിലെ 30 വർഷമായി നട്ടുവളർത്തിയ ചന്ദനമരം വനംവകുപ്പിന് നൽകിയ അപേക്ഷാപ്രകാരം കോട്ടയം DFO N രാജേഷിന്റെ ഉത്തരവ് പ്രകാരം എരുമേലി റേഞ്ച് വണ്ടംപതാൽ സ്റ്റേഷൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മുറിച്ചെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. 300x49 സെന്റിമീറ്റർ അളവിലുള്ളതും 300 സെന്റിമീറ്റർ ഉയരത്തിൽ 2 ശിഖരവുമുള്ള ചന്ദനമരം പിഴുതെടുത്ത് വേരുൾപ്പെടെ 125 കിലോഗ്രാം ലഭിച്ചു. ഈ ചന്ദനത്തടികൾ മറയൂർ ചന്ദന ഡിവിഷനിൽ എത്തിച്ച് പല ക്ലാസുകളായി തിരിച്ച് ലേലത്തിന് വയ്ക്കും. ലേലത്തുകയിൽ GST 18% കിഴിച്ച് ഉദ്യോഗസ്ഥന്റെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കും. കുറഞ്ഞത് കിലോഗ്രാമിന് 17,000 രൂപ കാതലിനും തൊലിക്ക് 250 രൂപയും വെള്ളത്തടിക്ക് 100 രൂപയും വിലയുണ്ട്. വേരിനും വില ലഭിക്കും. പൊതുപ്രവർത്തകനും പനക്കപ്പാലം പന്തലാനി ചന്ദന നഴ്സറി ഉടമയുമായ പീറ്റർ പന്തലാനി ചന്ദനമരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് മുറിച്ചു മാറ്റുന്നതിന് സ്ഥലമുടമയെ സഹായിച്ചതിന്റെ ഫലമായാണ് നടപടി വേഗത്തിലായത്. ഇത് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് പാലാ ടൗണിൽ നിന്ന് വയൽസൈഡിൽ നിന്ന് വാങ്ങിയ ഒരു തൈയാണ്. അത് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ച് ഇത്രമായി തലയ്ക്ക് ഒടിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നിർത്താൻ പറ്റാതെ പറഞ്ഞതിൻ്റെ പേരിൽ ശ്രീ പൊതുപ്രവർത്തനായ ശ്രീ പീറ്റർ പന്തലാനിയുടെ നേതൃത്വം അദ്ദേഹത്തോട് പറയുക അങ്ങേര് മുഖാന്തരം ഫോറസ്റ്റിൽ അറിയിക്കുകയും അവരിവിടെ വന്ന് വെട്ടി മാറ്റുകയും ചെയ്യുകയും. ന്യൂസ് ബ്യൂറോ, പാലാ. വാകത്താനം ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്ര ജൂബിലി നിറവിൽ. വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും വാർഷിക ദിനാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ജനുവരി 9 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഒരു സ്റ്റോള്, മലയാള മനോരമയുടെ സ്റ്റോള്, സാന്റാ മോണിക്ക, അതേപോലെ DC ബുക്സ്, ആർട്ടിസ്റ്റ് സിരൻസ് വാകത്താനത്തിൻ്റെ ഒരു സ്റ്റോള്, കുടുംബശ്രീ യൂണിറ്റുകൾ, ഇവയെല്ലാം ചേർന്ന് ഈ എക്സിബിഷനെ സമ്പന്നമാക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഈ എക്സിബിഷൻ കാണുന്നതിന് വേണ്ടി ഏതാണ്ട് ഒരു 1500ഓളം കുട്ടികൾ സമീപ സ്കൂളുകളിൽ നിന്ന് എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അറിയിപ്പ്. കാഞ്ഞിരപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം ശനിയാഴ്ച രാവിലെ 10:30 മിനി സിവിൽ സ്റ്റേഷൻ ഹാളിൽ നടക്കും. പൊതുജനങ്ങൾക്ക് വിവിധ വകുപ്പിലെ കാര്യങ്ങൾ സംബന്ധിച്ച് പരാതികൾ താലൂക്ക് ഓഫീസിലോ താലൂക്ക് വികസന സമിതിയിലോ ഹാജരാക്കാമെന്ന് തഹസിൽദാർ അറിയിച്ചു. കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരളയുടെ പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വിർച്വൽ റിയാലിറ്റി ഡെവലപ്പർ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ 8921 636122.
സാമൂഹ്യനീതി വകുപ്പ് വഴി ഡയബറ്റിക് രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിർണ്ണയിക്കുന്ന ഉപകരണമായ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന വയോമധുരം പദ്ധതിയിലേക്ക് 60 വയസ്സ് കഴിഞ്ഞ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2018 മുതൽ സൗജന്യ ഗ്ലൂക്കോമീറ്റർ ലഭ്യമായിട്ടുള്ളവർക്ക് അഡീഷണൽ സ്ട്രിപ്പ് ലഭിക്കുന്നതിനും അപേക്ഷിക്കാവുന്നതാണ്. അർഹരായവർ സുനീതി പോർട്ടൽ വഴി അപേക്ഷിക്കേണ്ടതാണ്. വെബ്സൈറ്റ് www.sunidhi.sjd.kerala.gov.in. ഫോൺ 048125639880. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടിൽ. എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുന്നത് കാഷ്വാലിറ്റിയോട് ചേർന്നുള്ള ഭാഗത്ത് പുതിയ സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ആവശ്യം. ശബരിമലയെ വിവാദ കേന്ദ്രമാക്കി സ്വപ്ന പദ്ധതികളുടെ ശോഭ കുറയ്ക്കരുതെന്ന് ഹിൽഡെഫ് ജനറൽ സെക്രട്ടറി അജി ബി റാന്നി. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും ആവശ്യം. പാലാ പൂവരണിയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. 10 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. പൂവരണി സ്വദേശിയായ മധ്യവയസ്കൻ ചികിത്സയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.